ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളെ ചാനലിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വന്നപ്പോൾ പിന്നെ ഡ്രീം കേക്കിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്ക് ഒരുപാട് പേര് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറേ ഓർഡേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയി പോയിട്ടാണ് ഈ ഒരു ഡ്രീം കേക്ക്. ഒരുപാട് പേർക്ക് നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ കുറച്ചധികം ഡ്രീം കേക്ക് ചെയ്യുന്ന ദിവസത്തെ വിശേഷമാണ് കേട്ടോ ഞാനിതിൽ ആ ഒരു വ്ളോഗാക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഗണേഷ് റെഡിയാക്കി വെക്കാം. സ്പഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഗണേഷ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഐറ്റം ഗണേഷാണ്, 2 രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒന്ന് നല്ല തിക്കായിട്ടുള്ള ഗണേഷും ഒന്ന് കുറച്ച് ലൂസായിട്ടുള്ള ഗണേഷുമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് രണ്ടും. അപ്പോൾ തിക്കായിട്ടുള്ളത് ലെയറിലായിട്ട് കൊടുക്കാനും കുറച്ച് ലൂസായിട്ടുള്ളത് മോസാക്കി എടുക്കാനുമാണ് കേട്ടോ. അപ്പോൾ ലൂസാക്കി വെച്ചിട്ടുള്ളത് മോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൂസിലാക്കി വെച്ചിട്ടുള്ളത്. കുറച്ച് ടൈറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ മോസ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് തിക്കായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ, അപ്പോഴേ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വെക്കുകയാണ്. ടോട്ടൽ 2 kg സ്പഞ്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 8 എഗ്ഗ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. 8 എഗ്ഗും അതിലേക്ക് 2 കപ്പ് ഷുഗറും ഒരു നുള്ളു ഉപ്പും പിന്നെ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഫ്ലോറും കാര്യങ്ങളെല്ലാം നേരത്തെ അരിച്ചു വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡ് മിക്സറൊക്കെ ആകുമ്പോൾ അത് വെച്ചതിൻ്റെ ശേഷം അരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ടോട്ടൽ 2 kg ആണ് ഇതിന് ടോട്ടലായിട്ട് നമ്മൾ ചെയ്യണ സ്പഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലോർ അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ഫ്ലോറാണ് നമുക്ക് ആവശ്യമുള്ളത്. 2 kgൻ്റെ കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചില ആൾക്കാരൊക്കെ ഓരോ സ്പഞ്ചുകൾ വീതം ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യട്ടെ. ഓരോ സ്പഞ്ച് എന്ന് വെച്ചാൽ ഓരോ ലെയറുകൾ തമ്മിൽ ബേക്ക് ചെയ്തെടുക്കും, ഓരോന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമ്മൾ ഒറ്റ ടിന്നിൽ ഒഴിച്ചിട്ട് പിന്നെ അതിനെ ലെയർ കട്ട് ചെയ്താൽ മതിയാവും. 2-3 ടിന്നിലൊക്കെ ആക്കിയിട്ട് 5 ഇഞ്ചിൻ്റെ ഒക്കെ 2-3 ടിന്നിൽ ഒഴിക്കുക. 1/2 kg ആണെങ്കിൽ ഇപ്പോൾ 6 kgൻ്റെ ടിന്നും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വരുന്നതെല്ലാം 6 kg ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 6 kg ആണെങ്കിൽ 6 kgൻ്റെ ടിന്ന് എടുക്കുക കേട്ടോ. അങ്ങനെ ഫ്ലോർ ഇട്ടു, അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ കൊക്കോ പൗഡറും എല്ലാം ഇട്ടിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അരിച്ച് വെച്ചതിൻ്റെ ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ട് നമുക്കിതിൻ്റെ സ്പഞ്ചൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിനി ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലോർ മിക്സ് ചെയ്യണതിന് ആദ്യം വിസ്കൊന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഫ്ലോർ ആദ്യം 2 കപ്പല്ല, കപ്പിൽ നിന്ന് 2 പ്രാവശ്യമായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സായി വന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫ്ലോർ മിക്സിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം റെഡിയാക്കിയിട്ട് ടിന്നുകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് 5 ഇഞ്ചിലാണ് ഈ ഓരോ കേക്കുകളായി ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 4-5 പാത്രങ്ങളിലൊക്കെ ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 4 പാത്രത്തിലാണെങ്കിൽ 4 പാത്രത്തിൽ ബേക്ക് ചെയ്യാം. 5 ഇഞ്ചിൻ്റെ 4 പാത്രത്തിൽ ഇട്ടാം. അപ്പോൾ 5 ഇഞ്ചിൻ്റെ 5 പാത്രത്തിൽ ഒഴിക്കണത് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കണ സമയത്ത് നല്ലോണം പൊങ്ങി വരികയാണെങ്കിൽ അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5 ഇഞ്ചിൻ്റെ 5 പാത്രങ്ങളുണ്ടെങ്കിൽ 5 പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. അതെല്ലാം വലിയ ഓവണല്ല, ചെറിയ ഓവണാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കിയാൽ മതി. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ പുറത്ത് സ്പഞ്ച് ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില സമയങ്ങളിൽ വാനില സ്പഞ്ചൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് താന്നു പോവും. ചോക്ലേറ്റ് സ്പഞ്ചിന് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ, താന്നു പോകണ ആ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം സ്പഞ്ചിൻ്റെ എന്താ പറയുക 5 ടിന്നുകളായിട്ട് അല്ലെങ്കിൽ 4 ടിന്നുകളായിട്ട് നമുക്കിതിനൊന്ന് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ 4 ടിന്നുകളിലായിട്ട് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാനിത് ഓരോ ടിന്നുകളിലായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് ഈ കുറവുള്ള ടിന്നിലൊക്കെ ആക്കിയിട്ട് ടോട്ടലായിട്ട് നമ്മളിപ്പോൾ ഒരു 4 ടിന്നിലായിട്ടാണ് ഒഴിച്ചു വെച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് നമുക്ക് എന്താ പറയുക മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിനൊന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 175 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ബേക്കിംഗ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ ഒരുപാട് ബാറ്ററൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടുമേ. അപ്പോൾ 4 ടിന്നും ഒന്നിച്ചിട്ട് തന്നെ ഞാനിപ്പോൾ ഓവണിനകത്ത് വെക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യണവരാണെങ്കിൽ ഓരോ ടിന്നുകൾ ഓരോന്നായി വരുന്നതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഓവണിനേക്കാളും കുറച്ചുകൂടി സ്പീഡിലാണ് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുമ്പോൾ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ടൈം പിടിക്കേണ്ടി വരില്ല.
അപ്പോൾ 175 ഡിഗ്രിയിൽ ഞാനിവിടെ ഓവൺ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൈം കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഹീറ്റ് ചെയ്യാതെയാണ് ഞാൻ ഓവൺ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു ടൈം കൂടി കൂട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ കേക്കെല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം, അത് കുഴപ്പമില്ല. ഇനി ഞാനിത് ഓരോ ലെയറുകളായിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ ഒരു കേക്കിൽ നിന്നും 3 ലെയേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 3 ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞതല്ല, അത്യാവശ്യം കട്ടിയുള്ള ലെയേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കേക്ക് നോർമൽ ചോക്ലേറ്റ് മെല്ലോ കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്യുന്ന ഡ്രീം കേക്കാണ്. അത് നമ്മൾ ബെൽജിയൻ ചോക്ലേറ്റ് അല്ലെങ്കിൽ വാൻഹുഡൻ്റെ ചോക്ലേറ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പുകളിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നോർമൽ ചോക്ലേറ്റിൻ്റെതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പിയും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തത് നോർമൽ ഈ ഒരു മെല്ലോ കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ കേക്കുകളും 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലുള്ള പൊങ്ങി വന്ന ഭാഗം കട്ട് ചെയ്തത് നമുക്ക് വേറൊരു ടിന്നിലായിട്ട് വെക്കാം. ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കേക്ക് പോലെ കട്ട് ചെയ്ത് കഴിക്കണതല്ല, സ്പൂൺ വെച്ചിട്ട് കഴിക്കണതായതുകൊണ്ട് തന്നെ ജോയിൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ലേയേഴ്സ്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഇപ്പോൾ ഇത്രയും സ്പഞ്ചുകളാണ് നമുക്ക് ഈ ഒരു 2 kg കേക്കിൽ നിന്നും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിക്കാം. ഓരോ സ്പഞ്ചുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ല. അത് കണക്ക് കൂട്ടിയിട്ട് തന്നെ നമുക്ക് തലവേദന വരും. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഞാനിത് ഓരോന്നും ടിന്നെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ടോപ്പ് ഭാഗം നമ്മൾ ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജോയിൻറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് കേക്കിൽ ഈ ഒരു ടിന്നിലേക്ക് മാറ്റാം കേട്ടോ. അതായത് പീസുകളൊക്കെ ജോയിൻറ്റ് ചെയ്തിട്ട് ടിന്നിൽ വെക്കുകയാണെങ്കിൽ അത് വെറ്റ് ചെയ്തിട്ട് ലെയർ സെറ്റ് ചെയ്യണ സമയത്ത് അത് അറിയണമെന്നില്ല. അത് നമ്മൾ ഇങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരേ ലെയറിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കേക്കിൻ്റെ സ്പഞ്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്പഞ്ചുകളെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിന് നോർമൽ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളും അതുപോലെ റെസിപ്പീസും എല്ലാം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല, റെസിപ്പീസൊന്നും കേട്ടോ. അപ്പോൾ വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ടിന്നിന് ലീക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. ഈ വെറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ലീക്ക് ഉണ്ട്, ലാസ്റ്റ് സെറ്റ് ചെയ്ത് ലാസ്റ്റ് സമയത്തൊക്കെയാണ് അത് കണ്ടത്, ഇനി എന്താ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യം തന്നെ ടിന്നിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വെള്ളം ഒഴിച്ചിട്ടൊന്ന് നോക്കുക കേട്ടോ, വെള്ളം ലീക്കായി പോകുന്നുണ്ടാകുന്നുള്ളത്. നമ്മളിങ്ങനെ കൂടുതൽ വെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വെറ്റ് ചെയ്തിട്ട് ആ സിറപ്പ് താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലീക്കായിട്ട് പോകും. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ കേക്കും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് മോസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മോസിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വേറെ ലൂസായിട്ടുള്ള ഗണേഷ് ഉണ്ടായിരുന്നു. ആ ഗണേഷ് വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജെലാറ്റിൻ യൂസ് ചെയ്യാറില്ല ആ ഒരു ലെയറിലായിട്ട് കേട്ടോ. ഞങ്ങൾക്ക് ജെലാറ്റിന് പകരം ഞാൻ പറഞ്ഞ റെസിപ്പിയിൽ ജെലാറ്റിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജെലാറ്റിന് പകരം ചൈന ഗ്രാസ് യൂസ് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇനി ഓരോന്നിൽക്കായിട്ട് ഇതുപോലെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് എല്ലാത്തിലേക്കും ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ഒരേപോലെ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ഒരേ തിക്നെസ് ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും കേട്ടോ. പിന്നെ കുറേ പേര് ഈ ഒരു ബെൽജിയൻ ചോക്ലേറ്റും അതുപോലെ
നോർമൽ ചോക്ലേറ്റും തമ്മിലുള്ള ഡ്രീം കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ നോർമൽ ചോക്ലേറ്റ് വെച്ചിട്ട് ഈ ഒരു മെല്ലോ ചോക്ലേറ്റ് വെച്ച് ചെയ്യുമ്പോൾ 1 kg ഓരോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 1 kg 1000 രൂപയും 1/2 kg വരുന്നത് 500 രൂപയാണ്. പക്ഷേ ചില ഏരിയയിലൊക്കെ റേറ്റിന് ചേഞ്ച് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോർമലായിട്ട് ഞാൻ കൊടുക്കുന്ന റേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല കേട്ടോ, ഓരോ ഏരിയനനുസരിച്ചിട്ടാണ്. പിന്നെ വെനൂട്ടൻ ചോക്ലേറ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 1500 രൂപ വാങ്ങിക്കണവരുണ്ട്, 600 രൂപ വാങ്ങിക്കണവരുണ്ട്. 1600 രൂപ കേട്ടോ, അങ്ങനെ വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/2 kg ആണെന്നുണ്ടെങ്കിൽ 800 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ റേറ്റിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയർ കൊടുത്തു, മോസ് കൊടുത്തിട്ട് അതിനൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് സെറ്റായതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് തിക്കായിട്ടുള്ള ഗണേഷ് കൊടുത്തു കേട്ടോ. ഗണേഷ് കൊടുത്തിട്ട് പിന്നെ ഇതും ഒന്ന് സെറ്റ് ആവണം. അതിൻ്റെ ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. ഇതിൽ നട്ട്സ് അതിൻ്റെ താഴായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഭാഗം ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഉള്ളിലായിട്ട് വരണം. ഉള്ളിലല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മുകൾ ഭാഗം ഫിനിഷിങ് കിട്ടണം എന്നില്ല. അപ്പോൾ പിന്നെ നട്ട്സ് ഈ മുകളിൽ ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് അത് സെറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോക്ലേറ്റ് ഇത് സെറ്റായതിൻ്റെ ശേഷം ചോക്ലേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഗണേഷ് സെറ്റായി അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിന് ഒഴിച്ചിട്ട് അത് തിന്നായിട്ട്, ഒരുപാട് കട്ടിയിൽ കൊടുക്കണില്ല, തിന്നായിട്ടാണ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ കട്ടിയിലായിരിക്കും ചോക്ലേറ്റ് അവർക്ക് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ വാനൂട്ടൻ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള നമ്മൾ പ്രീമിയം ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം സോഫ്റ്റ് ലെയർ കൊടുക്കാറുണ്ട്, ഹാർഡ് ലെയറും കൊടുക്കാറുണ്ട്. രണ്ടും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചോക്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതെല്ലാം വേറെ വേറെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനിടക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓരോ കേക്ക് ഓർഡർ വരിക. അപ്പോൾ അത് എടുത്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ പിന്നെ അത് സെറ്റ് ചെയ്യാനും വേറെ നിൽക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കുള്ളത് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മിനി ഡ്രീം കേക്കും ഉണ്ട് ഇതിൽ, അതുപോലെ തന്നെ 1 kg വന്നിട്ടുണ്ട്, 1/2 kg കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ലോഗോ മുകളിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ വെറുതെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ലോഗോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ലോഗോ എവിടെ നിന്നാണ് ചെയ്തതെന്നുള്ളത്. അതൊരു 2-3 വർഷം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ യാറാന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ അവർക്ക് ഓർഡർ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അവരിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണില്ല എന്നാണ് തോന്നുന്നത്. മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ കിട്ടണില്ല. അന്നല്ല ഞാൻ ഒരു കോയിന് വന്നിരുന്നത് 8 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ പലരും ചെയ്യണുണ്ട്, അതിനേക്കാളും ഒരുപാട് റേറ്റ് ചേഞ്ച് ആയിട്ടാണ് ചെയ്യുന്നത്, നല്ലോണം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് സെർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിക്കാം. അപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ട് അത് ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ എത്രയാണ് കേട്ടോ, ഇങ്ങനെയാണ് ഈ ഒരു കുറേ ഓർഡറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ട് ടൈം ലാഭിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യട്ടെ. ഈ ഒരു സെയിം നെയിമിൽ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്